ഇന്ത്യ ഇപ്പോൾ വളരെ ശക്തമായി തിരിച്ചടിക്കും എന്ന ഒരു സൂചന പാകിസ്ഥാന് കിട്ടിയെന്ന് തോന്നുന്നു. കാരണം പാകിസ്ഥാൻ്റെ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ത്യ ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഒരു ആക്രമണത്തിലേക്ക് പോവുകയാണ്, 24 മുതൽ 36 മണിക്കൂറിനകത്ത് അത് ഉണ്ടാകും, UN ഇക്കാര്യം അറിയിക്കുന്നു. ഒരു പരിഭ്രാന്തനായ പാക് മന്ത്രിയാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. അവർ തീർത്തും ആശങ്കയിലാണെന്ന് തോന്നുന്നു അല്ലേ? ഒരു മന്ത്രിയല്ല, 3 മന്ത്രിമാർ, പ്രധാനമന്ത്രി ഉൾപ്പെടെ 3 മന്ത്രിമാരുടെ രോദനം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ലോകരാജ്യങ്ങൾ കേട്ടു. അത് 3 തന്നെ വാർ ഇസ് ഇമ്മിനൻറ്റ്. അതായത് പാകിസ്ഥാൻ്റെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ പറയുകയാണ് യുദ്ധം ഏത് നിമിഷവും വരാം. അദ്ദേഹത്തിന് കിട്ടിയ വിവരങ്ങളനുസരിച്ച് 24 മുതൽ 36 മണിക്കൂറുകൾക്കുള്ളിൽ ആക്രമണം തീർച്ചയായും ഉണ്ടാകും, ഞങ്ങളെ രക്ഷിക്കൂ എന്ന രീതിയിലാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാകാം, അതുപോലെ ഡിഫൻസ് മിനിസ്റ്റർ മുൻപ് തന്നെ പറഞ്ഞു വെച്ചതാണ്, ആക്രമണം ഉറപ്പായും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന രീതിയിലാണ്. അതിൻ്റെ ചുവട് പിടിച്ചാണ് രാത്രിയിൽ പത്രസമ്മേളനം വിളിക്കുകയാണ് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ്. എന്നിട്ട് ലോകത്തോടായി പറയുകയാണ്, ഞങ്ങൾ ആക്രമണം ഫേസ് ചെയ്യുന്നു. നേരിട്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസുമായി സംസാരിക്കുന്നു. അങ്ങനെ ആന്റോണിയോ ഗുട്ടറസിനെ കൊണ്ട് ഈ ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കണം എന്ന ഒരു നിർദ്ദേശം വയ്പ്പിക്കുകയാണ്. അത് രാത്രിയുടെ മറവിൽ തന്നെ ഉള്ള സുരക്ഷാ ഭീഷണി എന്ന് പറയുമ്പോൾ ഏത് നിമിഷവും ആക്രമണം വരും എന്ന ആശങ്കയിൽ തന്നെയാണ് പാകിസ്ഥാൻ.